ഹായ്, ബെന്യാമിൻ ബെന്നി. പുള്ളി നിങ്ങൾക്ക് അറിയുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. പുള്ളി ഇപ്പം ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് മെഴുകിത്തള്ളി നല്ല ഊക്ക്, 1-ാം ക്ലാസ് ഊക്കൊക്കെ വാങ്ങിക്കുന്നുണ്ട് വല്യപ്പ. ആരാണ് ബെന്യാമിൻ ബെന്നി എന്നൊരു ഇൻട്രോ തരാം. ഈ ആടുജീവിതം സിനിമയുണ്ടല്ലോ, അത് എഴുതിയ ആളാണ് ബെന്യാമിൻ ബെന്നി. നജീബാണ് അതിനകത്തുള്ള കഥാപാത്രം. ആ വിഷയം അനുഭവിച്ച കഥാപാത്രം നജീബാണ്. അദ്ദേഹം ഈ പുള്ളിയോട് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. എൻ്റെ ലൈഫ് ഇങ്ങനെയായിരുന്നു, ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. സോ അത് റിലേറ്റ് ചെയ്തിട്ട് ആടുജീവിതം എഴുതുന്ന സമയത്ത് പുള്ളിക്കാരൻ സത്യസന്ധമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിനകത്ത് കൂടുതലൊന്നും പറയണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പുള്ളിക്ക് ഈ ബുക്ക് ഹിറ്റ് ആവണമെങ്കിൽ അല്പം വൾഗാരിറ്റി അതിനകത്ത് കുത്തി കയറ്റണമെന്ന് പറഞ്ഞിട്ട് ആ പാവം മനുഷ്യൻ അനുഭവിച്ച കഷ്ടപ്പാട് ഓർമ്മയില്ലാതെ, ഓർക്കാതെ, പിന്നീട് ഈ ഒരു വിഷയം കൂടുതൽ വൈറലാവുകയാണെങ്കിൽ അദ്ദേഹം നേരിടാൻ പോകുന്ന ഒരു വൈഷമ്യം പോലും ഓർക്കാതെ ആ ആടുമായിട്ട് ഒരു സെക്സിൽ ഏർപ്പെടുന്ന കാര്യം അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരുമണ്ടൈ പോട്ടെ. ഇനി സച്ചിൻ ഇൻ കേസ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പബ്ലിക്കിൽ വന്ന് പറയാനുള്ളൊരു ധാർമ്മികത കാണിക്കണം. അതും അയാൾ ചെയ്തിട്ടില്ല. നജീബിനെ പിന്നീട് ഈ ആടുജീവിതം സിനിമ ഹിറ്റായപ്പോഴത്തേക്ക് പലരും പോയി കണ്ട് സംസാരിച്ച് ഇൻസൾട്ട് ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആടിനുമായിട്ടുള്ള സെക്സ് പ്രശ്നമാണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ആളെ പിടിയിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആടുജീവിതം ഹിറ്റായിരുന്നു, സൂപ്പറായിരുന്നു. കാരണം അത് ഹിറ്റാവാനുള്ള കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് പ്രവാസികളെ പറ്റിയിട്ട് എന്ത് വന്നാലും ഹിറ്റാവും. കാരണം അറിയാമല്ലോ, കുറേ അധികം മനുഷ്യർ സ്വന്തം ജീവിതം ത്യാഗം ചെയ്താണ് പ്രവാസത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സ്റ്റോറികൾ കിട്ടി അത് ഫേമസ് ആവുകയും ഹിറ്റാവുകയും സ്വാഭാവിക കാര്യമാണ്. അങ്ങനെ ഹിറ്റായ നമ്മുടെ ബെന്നി ഇപ്പോൾ വേറൊരു കാര്യത്തിൽ നല്ല ഹിറ്റായി ശൂന്യാകാശത്ത് പോയി നിൽപ്പുണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് നിങ്ങൾ കണ്ടു കാണുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. പൊളിറ്റിക്സ് ആയിരുന്നു. നമ്മുടെ ദിവ്യ അയ്യർ, പുള്ളിക്കാരത്തിയുടെ കാര്യമാണ് പറഞ്ഞിരുന്നത്. IAS കൊണ്ടു കിടക്കുന്നേ കുഴപ്പമില്ല. ഈ അയ്യർ എന്നൊരു പദവി പുള്ളിക്കാരത്തി കൊണ്ട് കിടന്നിട്ട് ഈ പറയുന്ന രീതിയിൽ ഇല്ല എന്ന് പറയുമ്പോൾ നമുക്കത് ചോദ്യം ചെയ്യേണ്ടി വരും. അപ്പോൾ അത് പോട്ടെ. എന്തായാലും ബെന്യാമൻ ബെന്നി ഇട്ട പോസ്റ്റ് കാണാം. അതിൻ്റെ അടിയിലുള്ള തെറിവിളി കമൻറ്റും അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ട് പുള്ളി എടുത്ത് ഉടുത്തിരിക്കുന്ന ഒരു കാര്യവും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പം കമൻറ്റ് ഇതാണ്: ദിവ്യ എസ് അയ്യർ ആദ്യമായിട്ടല്ല പാർശ്വവൽക്കരിക്കപ്പെട്ട ദളിതരെ, തൻ്റെ ജാതിയിൽ പെടാത്തവരെ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ, കറുത്തവരെ കെട്ടിപ്പിടിക്കുന്നത്. അതവരുടെ ജീവിത ശൈലിയാണ്. അത്തരത്തിൽ എത്രയോ ചിത്രങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അന്നൊന്നും സല്യൂട്ട് അടിക്കാത്ത സഖാവ് കെ രാധാകൃഷ്ണൻ കെട്ടിപ്പിടിച്ചപ്പോൾ സല്യൂട്ട് കൊടുത്തത് അതിന് നിറയെ രാഷ്ട്രീയമാനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതറിയാതെ അതിനെ ജാതീയമായി മാത്രം വായിക്കുന്ന വാട്സപ്പ് മാമന്മാർ സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് പുരോഗമനം പറയുന്നതാവും ഉചിതം. ഞാൻ സല്യൂട്ട് അടിക്കുന്നത് ദിവ്യ എസ് അയ്യർക്കല്ല, ദിവ്യ എന്ന എൻ്റെ കൂട്ടുകാരിക്കാണ്. പുറത്ത് പുരോഗമനവും അകത്ത് ജീർണിച്ച ജാതിയും കൊണ്ട് നടക്കുന്നവർ അവരെ മനസ്സിലാവില്ല. ആ സല്യൂട്ടിൻ്റെ അർത്ഥവും മനസ്സിലാവില്ല. ഒരിക്കൽ കൂടി സല്യൂട്ട് ദിവ്യ. ബെന്യാമിൻ എന്ന് പറയുന്ന ബെന്നിക്ക് എത്രത്തോളം നികൃഷ്ടമായ ചിന്താഗതി ഉണ്ടെന്നാണ് തെളിയിക്കാൻ ഈ ഒരു പോസ്റ്റ് തന്നെ ഉപകാരമല്ലേ. ആദ്യത്തെ ലൈൻ നിങ്ങൾ നോക്കൂ. ദിവ്യ എസ് അയ്യർ ആദ്യമായിട്ടല്ല പാർശ്വവൽക്കരിക്കപ്പെട്ടോ ആര്? അപ്പം അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടെന്ന്. ദളിതർ, ഓഹോ, ആഹാ, തൻ്റെ ജാതിയിൽപ്പെടാത്തവരെ, അപ്പോൾ തൊട്ടുകൂടായ്മ ദിവ്യ അയ്യർക്കുണ്ട്, അല്ലെങ്കിൽ അവരുടെ ജാതിക്കാർക്കുണ്ട്. മൊത്തം അയ്യർ സമുദായമേ കുഴപ്പമാണ് എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത് അല്ലേ? അപ്പം അങ്ങനെ ഒരു വ്യവസ്ഥ ഇവിടെ ഉണ്ട്. ഇത് ഗ്രേറ്റ്നെസ്സാ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ, ചേടാ, നമ്മൾ വിചാരിച്ചത് വർഗം വർണ്ണം ആ രീതിയാണ്. സാമ്പത്തിക അടിസ്ഥാനത്തിലും വിട്ടുവീഴ്ചകളുണ്ടോ? എഴുത്തുകാരൻ കിഡിലോസ്കി, നിങ്ങളാണ് യഥാർത്ഥ ബോധമുള്ള ഒരു എഴുത്തുകാരൻ. ഒന്നും പറയാനില്ല കേട്ടോ. നല്ല സൂപ്പറാണ്. അവൾ പറയണമെങ്കിൽ സൂപ്പർ, ഒന്നും പറയാനില്ല. പിന്നെന്താ, ഇയാൾ രാധാകൃഷ്ണനെ സല്യൂട്ട് അടിച്ചത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ സഖാവ് രാധാകൃഷ്ണനെ കെട്ടിപ്പിടിച്ചപ്പോൾ സല്യൂട്ട് കൊടുത്തത് എന്താണ്? അപ്പം ഇനി ഈ കാണുന്നതാണ് പുള്ളിക്കാരത്തി ഒരുപാട് പേരെ ഉമ്മ വെച്ചതും കെട്ടിപ്പിടിച്ചതുമായിട്ടുള്ള ഇത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കുന്നത്? എവിടെയും ആരെയും പോയി കെട്ടിപ്പിടിക്കുന്ന അറ്റൻഷൻ സീക്കറായ ഒരു പെണ്ണുമ്പിളയായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ശരി, ഇനി ഞാൻ വേണമെങ്കിൽ കുറേ അധികം തെളിവുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുതരാൻ പുള്ളിക്കാരത്തി എന്തായിരുന്നു എന്നുള്ളത്. സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന തൻ്റെ ഭർത്താവിനെ സഹായിക്കാൻ വേണ്ടിയിട്ട്, സാമ്പത്തികമായി അദ്ദേഹത്തിനെ മുൻപോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഒരു കുംഭകോണത്തിൽ പേരുകൊണ്ട് ചേർത്തത്. കഷ്ടപ്പെട്ട് ഓരോ വ്യക്തികളും ആഗ്രഹിക്കുന്ന അത്രയും വിലപ്പെട്ട ഒരു ഡിഗ്രിയായ
IAS എന്ന ആ ഒരു സംഗതി പോലും ത്രാസിൽ തൊങ്ങുന്ന രീതിയിലൊരു വൃത്തികെട്ട സംഗതിയിൽ ഈ പെണ്ണുമ്പിള പോയി നിന്നിട്ടുണ്ട്. അവരെ അങ്ങനെ വിളിക്കാൻ എനിക്കിഷ്ടം. അതുകൊണ്ടാണ് IASകാരി കുംഭകോണ കേസിലെ പ്രതിയാണ്. കൂട്ടുകക്ഷികൾ ചേർന്ന് അവരെ കോംപ്രമൈസ് ചെയ്ത് സൂചിപ്പിച്ചങ്ങ് വിട്ടുകൊടുത്തു. പിന്നെ ഞാനൊരു കഴിഞ്ഞ വീഡിയോക്കകത്തൊരു ഇത് പറഞ്ഞിരുന്നു, ചീഫ് സെക്രട്ടറി അല്ല സെക്രട്ടറി, പേഴ്സണൽ സെക്രട്ടറി. ഇദ്ദേഹം മന്ത്രിയായിരുന്നിടത്തൊന്നും ഇവർ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ടില്ല. ചീഫ് സെക്രട്ടറി സെക്രട്ടറിമാരുടെ ഒരു ചീഫ്. എനിക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് കഴിഞ്ഞാണോ വന്നിരുന്നു, ഫ്ലോയിൽ വന്നപ്പോൾ അത് വന്നു പോയതാണ്. ഈ സെക്രട്ടറി ആയിട്ടിരിക്കാത്ത ഒരു സ്ത്രീ എന്തിനാണ് ഇങ്ങനെ യാത്ര അയക്കാൻ വന്നത്? ദളിതന്മാരെ കാണുമ്പോൾ ഒരു പ്രത്യേകതരം തോന്നലുണ്ടാകുന്നുണ്ടോ? അങ്ങനെയാണോ? അമ്പോറ്റി കൊച്ച്. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ജാതീയ ബോധം മാറുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ജാതി വാൽപ്പേര് അയാൾ കൂടെ ചേർക്കാത്തടത്താണ്. ഈ ജാതിയാണ് ഞാനെന്ന് കാണിക്കാനല്ല ഈ ജാതി വാൽപ്പേര്. നമ്മുടെ പേരുകൾ നിർദ്ദേശിക്കുന്ന നമ്മുടെ പേരൻസാണ്, നമുക്കത് മാറ്റാൻ ഒക്കത്തില്ല. അപ്പം ഒരാളൊരു പേരൻസ് തന്നു, ഇപ്പോൾ എൻ്റെ പേര് ഷെഫീന, എനിക്ക് ഈ പേര് തന്നെ എൻ്റെ പേരൻ്റാണ്, എനിക്കത് മാറ്റാൻ ഒക്കത്തില്ല. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ മാറ്റാം. ഇപ്പോൾ എൻ്റെ വാൽപ്പേരിൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ഞാൻ മാറ്റുന്നില്ല, അതുപോലെ എനിക്ക് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ മാറ്റാം. അതുപോലൊരു മാറ്റം നമ്മളിൽ ഉണ്ടാവണം. സംയുക്ത മേനോൻ പുള്ളിക്കാരത്തി ഇവിടെ വെച്ചത് പറഞ്ഞില്ലെങ്കിലും തമിഴ്നാട്ടിൽ പോയിരുന്ന ഒരു ഇൻ്റർവ്യൂക്കകത്ത് പുള്ളിക്കാരത്തി അത് പറഞ്ഞിരുന്നു, എന്നെ മേനോനൊന്ന് കൂപ്പിടരുത്, എനിക്കത് ഇഷ്ടമില്ല. കാരണം എനിക്ക് ആ ജാതി പേര് എനിക്ക് വലിയൊരു പ്രിവിലേജ് ആയിട്ട് തോന്നുന്നില്ല. അതൊരു വ്യക്തിത്വ ബോധമുള്ളൊരു പെൺകുട്ടിയുടെ വായിൽ നിന്ന് വന്ന വാക്കുകളാണ്. ആ ബോധം IASകാരിക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത. കലയാണ് അവർ വിൽക്കുന്നത്, ശരീരമാണ് അവർ പ്രദർശിപ്പിക്കുന്നത്. ആ പ്രദർശനത്തിൽ കൂടെ കിട്ടുന്നൊരു എമൗണ്ടാണ് അവർക്ക് കിട്ടുന്നത്. ഒരു തരത്തിൽ പണ്ട് കാലഘട്ടങ്ങളിൽ കൂത്തച്ചികൾ നടത്തിയിരുന്ന ഒരു രീതി തന്നെയാണിത്. കൂത്തച്ചികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനകത്തൊരു മോശം വേർഡ് ഉപയോഗിച്ചതായിട്ട് തോന്നണ്ട, നിങ്ങൾക്കാണത് മോശം. അന്ന് ഡാൻസിനും കൂത്തിനും പോയി സൗന്ദര്യം കൊണ്ട് പൈസ നേടുന്നവരെ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. സൗന്ദര്യം കൊണ്ട് പൈസ നേടുന്നവരും ശരീരം വിൽക്കുന്നവരും ഒക്കെ ഏകദേശം ഒരേ ലെവലെന്ന് കൺസിഡർ ചെയ്യുന്ന ഒരു സമൂഹം ഇവിടെ പണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാര്യം അതല്ല, ഇപ്പോൾ അതൊരു തൊഴിലാണ്. മനസ്സിലായോ? അപ്പോൾ അവർ പോലും സെൽഫായിട്ട് പറഞ്ഞത് എനിക്ക് ഇങ്ങനെയൊരു ലേബൽ ആവശ്യമില്ല. നായർ, നമ്പ്യാർ, മേനൻ, പെലയൻ, പാണൻ പറയാൻ ഇവരൊന്നും ഇടൂല. ഇപ്പം ചിലരൊക്കെ ഇട്ടിട്ടുണ്ട്, സഹോദരൻ അയ്യപ്പൻ ഇങ്ങനെ ഒരു കാര്യം ഏറ്റു പറഞ്ഞിട്ടുണ്ട്. അതെ, ഞാൻ പെലയൻ അയ്യപ്പനാണ്, എനിക്കത് ഇഷ്ടമാണ്. അതൊരു ഓണർഷിപ്പായിട്ട് എടുത്തതിൻ്റെ റീസൺ എന്താണെന്നറിയാം, അത് പെലയ ജാതിയെ ബ്രൈറ്റ് ചെയ്തതല്ല. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ബില്ലാണ് എന്ന് കണക്കാക്കാനാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. വ്യക്തം, സ്പഷ്ടം. IAS വരെ പഠിച്ച ഒരു വ്യക്തി, അല്ലെങ്കിൽ IAS എന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടാനും മാത്രം എത്ര എഫേർട്ടുണ്ട്, എത്ര ബുക്ക് റെഫർ ചെയ്യണം, എന്തെല്ലാം പഠിക്കണം. ഒരു 8th സ്റ്റാൻഡേർഡ് തൊട്ട് ഹിസ്റ്ററിക്കൽ സാധനങ്ങളിൽ അരച്ച് കളിച്ച് കുടിച്ച് ദഹിച്ചിരുന്നാൽ മാത്രമേ ആ ഒരു പൊസിഷൻ ഹയർ ചെയ്യാൻ പറ്റൂ, അത്രത്തോളം എത്താൻ പറ്റൂ. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് സ്വന്തം വാൽപ്പേര് വെട്ടിക്കളയണമെന്ന് തോന്നാത്തത് അവരുടെ ഉള്ളിൽ ജാതി ബോധമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അയ്യർ സമുദായം അതെൻ്റെ ജാതിയാണ് റൈറ്റപ്പ് ചെയ്തതോട് തലയെ വെച്ചിരിക്കുന്ന സ്ത്രീയാണ് ഭയങ്കര സംഭവമായിട്ട് ബെന്നി എടുത്തു വെച്ച് പറയുന്നത്. ബെന്നിക്കും ആ ബോധമില്ല, ആ സ്ത്രീക്കും ആ ബോധമില്ല. പിന്നെ ഇതെടുത്ത് ബൂസ്റ്റപ്പ് ചെയ്ത് ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത്രയുള്ള സിമ്പിൾ. കമ്മ്യൂണിസം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾക്ക് എഗൻസ്റ്റാണ് കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ബൂസ്റ്റപ്പ് ചെയ്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. രാധാകൃഷ്ണൻ അദ്ദേഹത്തിനെ അവളെ കെട്ടിപ്പിടിച്ചാലും ഈ സ്ത്രീയെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ചാലും അതൊരു വലിയ കഥയാക്കി നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഈ ജാതീയ ബോധം ഉള്ളത് കൊണ്ടാണ്. മനുഷ്യൻ തുല്യനാണ്, അറ്റ്ലീസ്റ്റ് ദൈവത്തിൻ്റെ മുന്നിലെങ്കിലും. നമ്മളെ ഭരണഘടന വിഭാവനം ചെയ്ത് വെച്ചിരിക്കുന്നതും മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യവും നമ്മൾ തുല്യത കീപ്പ് ചെയ്യണമെന്നാണ്. ലിംഗവർണ്ണ ജാതി വർഗ അടിസ്ഥാനത്തിൽ ഒന്നും തന്നെ നമ്മൾ വേർതിരിവോ വ്യത്യസ്തതയോ കാണിക്കാൻ പാടില്ല എന്നും പെലയ സമുദായത്തിനെ പെലയൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയാണെങ്കിൽ അതിനെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസ് കൊടുക്കണമെന്ന് പറയുന്ന നിയമമുള്ള ഒരു രാജ്യത്ത് നിയമപാലകരായിട്ട് വർത്തിക്കുന്നവർക്ക് ഇപ്പോഴും ഇതൊക്കെ ഒരു വലിയ കാര്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ആരുടെ കാര്യസ്ഥത, കെടുകാര്യസ്ഥത എന്ന് നിങ്ങൾ ചിന്തിക്കുക. കമ്മ്യൂണിസ്റ്റ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയൊരു നയമാണ് ഈക്വാലിസം, നീതി, എല്ലാവർക്കും സമത്വം. പണക്കാരിൽ നിന്ന് പിടിച്ചെടുത്ത് പാവങ്ങൾക്ക് തുല്യതായിട്ട് കൊടുത്ത് തുല്യരായി പരിഗണിക്കുക എന്നുള്ളത്. പാട്ടഭൂമികളെ കയ്യേറി അത് പാട്ടഭൂമിയല്ല, നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മളുടേതാകണം എന്ന് പറയിപ്പിച്ച ആ ഒരു ഫോമിലുള്ള സിദ്ധാന്തം ഫോളോ ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഇത്തരത്തിൽ വൾഗറായി പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാർ നിങ്ങളോട് പറഞ്ഞു തരുന്ന കാര്യങ്ങളിൽ ഒരുപാട് വ്യത്യസ്തതകളുണ്ട്, വൃത്തികേടുകളുണ്ട് എന്ന് ചുരുക്കം. കമ്മ്യൂണിസം എന്താണെന്ന് മനസ്സിലാകാത്തവൻ കമ്മ്യൂണിസ്റ്റ് ആയാൽ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് നിങ്ങൾ ഈ കണ്ടത്. രാധാകൃഷ്ണൻ MP ആയി പോയതിൻ്റെ ഉൾക്കൊള്ളി ഞാൻ നിങ്ങളോട് മുൻപ് പറഞ്ഞിരുന്നു. നമ്മുടെ മാൻഡ്രേക്കിന് മരുമകനെ കൊണ്ടുവന്ന് അവിടെ വെപ്പിക്കണം. അത്യാവശ്യം യോഗ്യതയുള്ളവരെയൊക്കെ ഇവിടുന്ന് പായിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിലാണ് ഈ ഒരു പരിപാടി ചെയ്തിട്ടുള്ളത്.
റിപ്പീറ്റഡ്ലി പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല ആളുകൾക്ക് അക്സെപ്റ്റൻസ് ഉള്ള നേതാക്കന്മാരെ ചൂസ് ചെയ്ത് അവരെ ഇലക്ഷന് നിർത്തി അവരെ MP ആക്കി ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് കുറച്ചുകൂടെ കാര്യപ്രാപ്തി ഉള്ള ഒരാൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഈ പൊട്ടനെ എടുത്ത് വയ്ക്കാം. പൊട്ടൻ കാരണം 26% നമ്മുടെ അടുത്തേക്ക് വരും. ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ള ഉൾക്കള്ളി. അതാണ് കൃത്യമായി ഞാൻ പറഞ്ഞത്. മരുമകനിക്കൊരു കസേര എന്ന ഉൾനോക്കത്തിലാണ് രാധാകൃഷ്ണനെ പോലുള്ളവരോടൊന്ന് പായിക്കുന്നത്. പിന്നെ ഈ പറയുന്ന കമ്മ്യൂണിസത്തിനകത്ത് സംഘീസമുണ്ടെന്നുള്ള ഏറ്റവും നല്ല തെളിവാണ് രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് കേളുവിന് കൊടുത്തത്. കേളുവിന് കൊടുത്ത് എന്ന് വരുത്തി തീർത്തിട്ട് വാസവനെ കൊണ്ട് അത് ഹാൻഡിൽ ചെയ്തത്. വാസവൻ അദ്ദേഹം പിന്നെ ഈഴവ സമുദായത്തിലുള്ളതാണ്. അപ്പം ഈ പറയുന്ന സംഘികൾക്ക് ഒരു സമാധാനം ഉണ്ടാവും. ശരി, പെലേൻ്റെ കയ്യിൽ നിന്ന് ഈഴവനിലേക്ക് എത്തിയല്ലോ. കേളു ഷെഡ്യൂൾ കാസ്റ്റിലുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഈ ദേവസ്വം ബോർഡ് കൊടുത്ത് അദ്ദേഹം ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല സംഘികൾക്ക്. അത് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യമാണ്. ഉച്ചനീചത്വങ്ങൾ ഉള്ളിൽ കുത്തിവെച്ചിരിക്കുന്ന മനുഷ്യർക്ക് അങ്ങനെ തോന്നുള്ളൂ. തർക്കിക്കരുത്, RSSകാർക്ക് അതുണ്ട് എന്നുള്ള തെളിവാണ് അടിമഗോപി പറഞ്ഞൊരു കാര്യം. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അടുത്ത ജന്മത്തിലെങ്കിലും എനിക്കൊരു ബ്രാഹ്മണനായി ജനിക്കണം. മനുഷ്യനായി ജനിക്കണമെന്നല്ല അയാൾ പറയണം, എനിക്ക് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാവണമെന്നാണ്. അപ്പോൾ ബ്രാഹ്മണൻ എന്തോ സുനായുണ്ടെന്നാണ് പറയുന്നത്. രാധാകൃഷ്ണന് പോലും അദ്ദേഹത്തിൻ്റെ വിഭാഗത്തിനെ ഇകഴ്ത്തി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയൊരു സാഹചര്യമുണ്ട്. അടിമത്തം ഇന്നും നിലനിൽക്കുന്നുണ്ട്. അത് പാർട്ടി അടിമയായിട്ട് അദ്ദേഹത്തിനെ ഞാൻ കാണും. കാരണം ഈ പറയുന്ന മെജോറിറ്റി ആയിട്ടുള്ള, അതായത് ഇപ്പം ഈ പാർട്ടി അംഗങ്ങളിലും അങ്ങനെ തന്നെയാണ്. 12% വരുന്ന നായർ സമുദായത്തിലുള്ള അവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത്. അവർക്ക് സംഗീതമാണ് കൂടുതൽ ഇഷ്ടം. അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സംഗീതത്തിനാണ്. ഈ ദേവസ്വം ബോർഡിലെ അപ്പോയിൻമെൻറ്റ്സിലൊക്കെ തന്നെ ഈ തർക്കമുണ്ടെന്ന് പിന്നെ ഈഴവ സമുദായത്തിലെയും പലയ സമുദായത്തിലെയും ഷെഡ്യൂൾ ലെവലിലുള്ളവരൊക്കെ തന്നെ കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോൾ കോടതി തീർപ്പ് കൽപ്പിക്കുന്നതിന് മുമ്പ് ഒരു അഫിഡവിറ്റ് ചോദിക്കുന്നു ഗവൺമെൻറ്റിനോട്. ഈ അഫിഡവിറ്റ് എഴുതി കൊടുക്കുന്ന ഗവൺമെൻറ് അപ്പർ ക്ലാസ് ആണ് ബ്രാഹ്മണന് എഴുതി കൊടുക്കുമ്പോൾ അന്ന് ദേവസ്വം മന്ത്രിയായി ഇരുന്ന ആളാണ് ഈ രാധാകൃഷ്ണൻ. തനിക്ക് തൻ്റെ സമുദായത്തിന് ഏർപ്പെടുന്ന ഈ ഇകഴ്ത്തൽ അതിനെ ഖണ്ഡിക്കാൻ പോലും അറിയാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം. കാരണം അന്ന് ഈ ഒരു സംഗതി കൊടുക്കുന്നത് നമ്മുടെ കോടിയേരിയാണ്. കോടിയേരി ഞാൻ പറഞ്ഞില്ല ഉന്നത കുലജാതനാണ്. കമ്മ്യൂണിസ്റ്റൊക്കെ രണ്ടാമതാണ്. ഉന്നത കുലജാതൻ പറഞ്ഞതിന് അപ്പീലില്ല. ശൂദ്രന്മാരെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഈ സഖാക്കന്മാർക്കിടയിലും ഉണ്ട് എന്നുള്ളത് ഒരു ഭീകരമായ വസ്തുതയാണ്. ഇനി അനിസ്പ്രേ പോലെ കാണാതാകാനുള്ള എല്ലാ കാരണങ്ങളും ഒപ്പിച്ചു വെച്ചിട്ട് കാത്തിരിക്കുകയാണ് നമ്മളുടെ സഖാക്കന്മാരെന്നുള്ളതാണ് വസ്തുത. ഇതിൻ്റെ ഇടയിലേക്കാണ് ഈ ഒരു സംഗതി കുത്തിക്കയറ്റി വെച്ചിരിക്കുന്നത്. ഈ അമ്മ ആരെ വേണമെങ്കിലും കെട്ടിപ്പിടിക്കും. ഈ അമ്മ എവിടെ വേണമെങ്കിലും പോയി എന്ത് പോസും കൊടുക്കും. കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് പിന്നെ പൊതുവേദികളെന്നല്ല, നമ്മൾ സർക്കാർ തലങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥകൾ കുട്ടികളെ കൊണ്ടുവന്ന് ജോലി സ്ഥലങ്ങളിൽ കൊണ്ടുവരാൻ പാടില്ല എന്ന ഒരു സർക്കുലർ ഇരിക്കവേ അതിൻ്റെ ഒരു അധികാര ഇതിനകത്തിരിക്കുന്ന മാഡം കൊച്ചിനെയും കൊണ്ടുവന്ന് അറ്റൻഷൻ സീക്കിങ്ങിനൊരു ശ്രമം നടത്തിയതാണ്. എയറിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഈ ഓപ്പോസിറ്റായിട്ടും, അതായത് സ്വമേധയാ നമുക്കൊരു അക്സെപ്റ്റൻസ് കിട്ടുന്നത് പോലെ തന്നെ നമുക്ക് അല്ലാതെയും ഒരു അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടി മാഡം കാണിച്ചൊരു കുൽസിത കശ്മല കുഷ്മാണ്ഡമാണ് ഇത്തരം അറ്റൻഷൻ സീക്കിങ് പരിപാടികൾ. അതിലേക്ക് പോയി വീണു കൊടുത്ത സഖാക്കന്മാർ പൊതുബോധമില്ല എന്നും തങ്ങൾ സഖാക്കന്മാരെന്നതിൽ പടുപരാജയമാണെന്നുമാണ് ഓരോ കമൻറ്റിൽ കൂടെയും തെളിയിക്കുന്നത്. ബോധം ബുദ്ധിയുള്ളവർ ബെന്യാമിന് നല്ല കമൻറ്റ് ഇട്ട് വെച്ചെടുത്തിട്ടുണ്ട്. ആ കമൻറ്റ് പോയി കാണുക. നിങ്ങൾക്ക് പുള്ളിയുടെ ID എമിറേറ്റ്സ് ID അല്ല, ചാനൽ ID ബെന്യാമിൻ ബെന്നി. അതാണ് ഞാനത് അവിടെ തന്നെ ബുക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അമ്മാതിരി തെറിവിളിയാണ് അവിടെ കിട്ടുന്നത്. അർഹിക്കുന്ന സാധനമാണ്. ഇവനൊക്കെ സാഹിത്യകാരനാണെന്ന് പറയുന്നു. ഇതിനേക്കാൾ നല്ല വൃത്തിയായിട്ട് 13 വയസ്സ് വരെ എൻ്റെ കുഞ്ഞെഴുതും. എന്ത് സാഹിത്യകാരനാ? ഒരു രീതിയിലുള്ള ഒരു പൊതുബോധവും അവബോധവും ഇല്ലാതെ എന്തുകൊണ്ട് സാഹിത്യകാരനെ കുറ്റം പറഞ്ഞു എന്നുള്ളതും കൂടെ പറയാം. എഴുത്തുകൾ നമ്മൾ ഏറ്റവും നല്ല ആയുധം പേനകളാണെന്ന് പറയും. ഏറ്റവും മൂർച്ചയേറിയ ഒരു സംഗതി പേനകളാണ്. നമ്മളെ എഴുത്തുകൾ, വാക്കുകൾ, അതിന് വാളിനേക്കാൾ മൂർച്ചയുണ്ടാവും. എഴുത്തുകൾക്ക് അത്രയും തീവ്രതയുണ്ട്. ഇവിടെ രാഷ്ട്രീയം പലരും പറഞ്ഞിട്ടുള്ള എഴുത്തുകളിലൂടെയാണ്. ഒരു സമുദായത്തിനെ വെല്ലുവിളിക്കാൻ ബഷീറിന് സാധിച്ചിരുന്നു അയാളുടെ എഴുത്തുകളിലൂടെ. പണ്ട് കാലത്ത് നമ്മൾ ഈ മുല എന്നൊക്കെ പറയുന്നത് ഭയങ്കര നാണക്കേടാണ്, സ്ഥാനം, അങ്ങനെ കുറേ മോഡിഫൈ ചെയ്ത ലാംഗ്വേജാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ബഷീർ ധൈര്യസമേതം മുലകൾ എന്നെഴുതി. അന്ന് അദ്ദേഹം നേരിട്ട വെല്ലുവിളി, അദ്ദേഹം അത് തിരിച്ച് കൊടുത്തത് എങ്ങനെയാണെന്നറിയാമോ? ബുക്ക് 2ആയിട്ട് അങ്ങ് വിഭജിച്ചു. ഒന്നിൽ മുലകളില്ലാത്ത ബഷീറിൻ്റെ കഥയും ഒന്ന് മുലകളുള്ള ബഷീറിൻ്റെ കഥകളും. മുല എന്ന് പറയുന്നത് ഒരു കോമൺ ലാംഗ്വേജാണ്, വേർഡാണ്. അത് ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം? വാക്കുകളിൽ കൂടെ വിപ്ലവം സൃഷ്ടിച്ച എത്ര എഴുത്തുകാരന്മാരെ നമുക്ക് കാണാൻ കഴിയും. സാഹിത്യം അറിയുന്നതും അത് വെച്ച് പുലർത്തുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രേറ്റ് തിങ് ആണ്. അത് ചെറിയ ആൾക്കാർക്ക് പറ്റത്തില്ല.
ചെറിയ രീതിയിലുള്ള ആളെ കൊണ്ട് പറ്റത്തില്ല. അത്രയും ഗ്രേറ്റ്നെസ് ഉള്ളൊരു വ്യക്തി ഈ ഒരു കാര്യത്തിനെ ഹൈലൈറ്റ് ചെയ്ത് എൻ്റെ സൗഹൃദം അത്രയും ബ്രൈറ്റായ ഒരാളാണെന്ന് പറയുമ്പോൾ താങ്കളുടെ സൗഹൃദവും താങ്കളും എത്രത്തോളം ചുരുങ്ങിയ ചിന്താഗതി ഉള്ളവരെന്നുള്ള തെളിവാണിത്. അയ്യർ എന്ന പദവി പുള്ളിക്കാരി വെച്ചിരിക്കുന്നിടത്ത് ഇടം വരെ അവരുടെ ഉള്ളിലുള്ള നീചബോധം മാറിയിട്ടില്ല എന്നാണ് അർത്ഥം. തൻ്റെ ഉള്ളിലുള്ള നീചബോധം കാണിക്കാൻ, പുറത്തേക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അയ്യർ എന്ന സാധനം എടുത്തു കളയാൻ ധൈര്യമുണ്ടോ എന്ന് എൻ്റെ ചോദ്യം. ചെക്ക് ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടില്ല? അയ്യർ എന്ന് പറയുന്നൊരു ഓണർഷിപ്പാ. ബ്രാഹ്മണൻ, അയ്യർ, മേനൻ, നായർ, ഇതൊക്കെ ഭയങ്കര ഓണർഷിപ്പാ. പെലയൻ, ആദിവാസി, കാട്ടുവാസി, ഇതൊക്കെ ഡിഗ്രേഡിങ്ങാണ് അല്ലേ? സഹോദരൻ അയ്യപ്പൻ, അവിടെയാണ് അദ്ദേഹം കുറച്ചുകൂടെ മുൻപോട്ട് വന്ന് നിൽക്കുന്നത്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ നവോത്ഥാന നായകന്മാരുടെ ബുക്കൊക്കെ എടുത്തു വെച്ച് വായിക്കണം ബെന്യാമിനെ, സ്വന്തം ബുക്ക് മാത്രം കുത്തിയിരുന്ന് നോക്കാതെ. വളരെ മോശപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റിനെതിരെ ഇത്രയെങ്കിലും പറയാതിരുന്നാൽ ഒരു സമാധാനം ഉണ്ടാകാത്തത് കൊണ്ട് മാത്രം ഈ വിഷയം എടുത്തു വെച്ച് പറഞ്ഞതാണ്. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിനെ എതിർക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടാകില്ല എന്ന് എനിക്കറിയാം. എൻ്റെ പാർട്ടിക്കാർ തന്നെയാണ്. പക്ഷേ ഒരുപാട് രീതിയിൽ വ്യത്യസ്തരായി നിൽക്കുന്ന ഒരു വിഭാഗം ജനതയാണ് ഞാൻ സഖാക്കന്മാരെന്ന് സംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അവരിൽ നിന്ന് ഇത്തരത്തിലുള്ള വളരെ ചുരുങ്ങിയ ചിന്താഗതിയിൽ കൂടിയുള്ള സ്റ്റേറ്റ്മെൻറ്റും അതിനോടനുബന്ധിച്ചിട്ടുള്ള വൃത്തികേടുകളും വരുമ്പോൾ വിഷമത്തോടുകൂടി അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്തൊരു മനസ്സുള്ളത് കൊണ്ട് മാത്രം ഈ വീഡിയോ ചെയ്തതാണ്. താങ്ക് യു.